ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സുങ്ഷിൽ യൂണിവേഴ്സിറ്റി ഡോർമിറ്ററി ടൂറാണ്. ഞാൻ പുതിയൊരു റൂമിലോട്ട് മാറി. സോ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ വീഡിയോ എടുത്തായിരുന്നു. പിന്നെ അതുമല്ല ഞാൻ യൂണിവേഴ്സിറ്റിയിലോട്ട് വരുന്നതിന് മുമ്പ് ഐ തോട്ട് ആരെങ്കിലുമൊക്കെ ഒരു നല്ല വീഡിയോ, നല്ലൊരു ഡോർമിറ്ററി ടൂർ വീഡിയോ ചെയ്തിരുന്നെങ്കിലെന്ന്. സോ ആൻഡ് ചില ആൾക്കാരെൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു എങ്ങനെയുണ്ട് ഡോർമിറ്ററി എന്നൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു ഐ വിൽ ടേക്ക് എ വീഡിയോ ആൻഡ് ഐ റിയലി ഹോപ്പ് ദിസ് വീഡിയോ ഈസ് ഹെൽപ്ഫുൾ ഫോർ ദോസ് ഹൂ വാണ്ട്സ് ടു നോ ഹൗ കൊറിയൻ യൂണിവേഴ്സിറ്റി ഡോർമിറ്ററി ലുക്സ് ലൈക്ക് ആൻഡ് ദോസ് ഹൂ വാണ്ട്സ് ടു കം ടു സുങ്ഷിൽ യൂണിവേഴ്സിറ്റി. സോ യാ, ലെറ്റ്സ് ഗോ. നമ്മുടെ ജിം യൂഷ്വലി നമുക്ക് പേ ചെയ്താൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യത്തെ കുറച്ച് ദിവസം ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് നമ്മൾ പിടിച്ചു. അത് കാരണം പിന്നെ നമ്മൾ യൂസ് ചെയ്യാറില്ല. ഇതാണ് നമ്മുടെ ഓഫീസ്. സോ നമുക്കുള്ള ആവശ്യമുള്ളത് ഇതാണ് നമുക്ക് ഇവിടെയുള്ള എൻട്രൻസ്. ഈ കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ മുന്നിൽ വരാം. അവിടെ നമുക്കൊരു 7-Eleven ഉണ്ട്, താഴത്ത് മെറ്റി ഉണ്ട്. സോ യൂഷ്വലി നമ്മൾ ഫുഡൊക്കെ വാങ്ങിക്കാറ് അവിടെ നിന്നാണ്. ഇത് നമ്മുടെ ഹോസ്റ്റലിലുള്ള അല്ലെങ്കിൽ ഡോർമെറ്ററിയിലുള്ള കൺവീനിയൻസ് സ്റ്റോർ. സോ നമുക്ക് ഇവിടുന്ന് ഫുഡൊക്കെ വാങ്ങിക്കാം. ഇവിടെ കമ്പാരിറ്റീവ്ലി ചീപ്പാണെന്ന് തോന്നുന്നു. ഞാനിവിടുന്ന് സാൻഡ്വിച്ചും അതുപോലെ തന്നെ ബ്രെഡും അതുപോലെ തന്നെ റാമിയൻ മാത്രമേ വാങ്ങിക്കാറുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എനിക്ക് തോന്നുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് യൂഷ്വലി ഇവിടുന്ന് വാങ്ങിക്കാറില്ല. ഈ സാൻഡ്വിച്ചാണ് ഞാൻ യൂഷ്വലി വാങ്ങിക്കാറ്. നമുക്ക് മാഗി ഉണ്ടാക്കി കഴിക്കാം, മാഗിയോ റാമിയോ ഉണ്ടാക്കി കഴിക്കാം. സോ ഇവിടെ ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാം. കൺവീനിയൻസ് സ്റ്റോർ. 그냥 영상을 찍는 거예요. First floor. I think it can post now. It's okay. I like fast forward. ഇതാണ് നമ്മുടെ എൻട്രൻസ്. അവിടെ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്ന വഴിയാണ്. എനിക്ക് കാർഡ് യൂസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്കിവിടെ കുക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഫുഡ് ചൂടാക്കി കഴിക്കാം. സോ അതിനുള്ളൊരു മൈക്രോവേവ് ആണിത്. പിന്നെ ഇവിടെ നമുക്ക് പാഴ്സലൊക്കെ വരും. സോ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എനിക്കറിയില്ല, പക്ഷെ നമുക്ക് പാഴ്സൽ ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു മെസ്സേജ് വരും പാസ്വേഡൊക്കെ ആയിട്ട്. ആ പാസ്വേഡ് നമുക്കിവിടെ എൻ്റർ ചെയ്താൽ നമുക്കിത് ഓപ്പൺ ആവും. നമുക്ക് നമ്മുടെ പാഴ്സൽ അതിനുള്ളിൽ നിന്ന് എടുക്കാം. ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. സോ അതെന്താ സംഭവം എന്നറിയില്ല. ഇത് നമുക്ക് ലോണ്ട്രി ഇവിടെ ചെയ്യണമെങ്കിൽ നമ്മൾ പേ ചെയ്യണം. സോ അതിനുള്ള കാർഡും ആ കാർഡ് പേ ചെയ്യുന്നതൊക്കെ ഇവിടെയാണ്.
ഐ മീൻ കാർഡ് റീചാർജ് ചെയ്യുന്നത് ഇവിടെയാണ്. പിന്നെ ഇതൊക്കെ ഇവിടെ വരുന്ന പാഴ്സൽ. അവിടെ നമുക്ക് ATM ഉണ്ട്. ആ ATM യൂസ് ചെയ്ത് നമുക്ക് പൈസ എടുക്കാം. വാഷിംഗ് മെഷീൻ ഡ്രൈ. ഇതിന് നമ്മൾ പൈസ കൊടുക്കണം. ഒന്ന് അലക്കി ഡ്രൈ ആയി കിട്ടണമെങ്കിൽ ഏകദേശം 3001, അതായത് നമ്മുടെ ഒരു 200 രൂപേൻ്റെ അടുത്ത് നമുക്ക് കൊടുക്കണം ഈച്ച് ടൈം നമ്മൾ വാഷ് ചെയ്യുമ്പോൾ. സെപ്പറേറ്റ് TV റൂം ഉണ്ട്. അത് ആരെങ്കിലും യൂസ് ചെയ്യാറെന്ന് നമുക്കറിയില്ല. പിന്നെ ഇവിടെ കുറേ റൂംസ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ PhD മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് യൂസ് ചെയ്യാറ്. ആൻഡ് PhD മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് മോസ്റ്റ്ലി സ്കോളർഷിപ്പ് ഉണ്ടാവും. സോ അവർക്ക് കിച്ചണൊക്കെ അവൈലബിൾ ആണ്. ആൻഡ് ഇതാണ് ലിഫ്റ്റ്. 2 ലിഫ്റ്റ് ഉണ്ട്. ഇത് നമുക്ക് ഓഡ് നമ്പേഴ്സിനും ദാറ്റ് ഈസ് ഈവൻ നമ്പേഴ്സിനും, അതായത് ഇവിടെ നമുക്ക് 3, 5, 7, 9 അങ്ങനെയുള്ള ഫ്ലോർസും ഇവിടെ 2, 4, 6 അങ്ങനത്തെ ഫ്ലോർസിലാണ് പോകാൻ പറ്റുന്നത്. സോ നമ്മുടെ റൂം 3rd ഫ്ലോറിലാണുള്ളത്. Cut this part because people will be bored, you know, if you add everything. So fast forward. Okay. So idana nammada floor, 3rd floor. മോസ്റ്റ്ലി ആരും അങ്ങനെ യൂസ് ചെയ്യാറില്ല. ബട്ട് ചിലരൊക്കെ യൂസ് ചെയ്യാറുണ്ട് പ്രോഗ്രാംസ് ഒക്കെ കാണാൻ. പിന്നെ അവിടെ നിന്ന് പഠിക്കുന്ന ആൾക്കാരുണ്ട്, ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ട്. സോ എങ്ങനെയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇതാണ് നമ്മുടെ റൂം. ഓക്കെ, ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, സോ ഇത് നമ്മൾ യൂസ് ചെയ്യാറില്ല. ഇത് ആക്ച്വലി ലൈറ്റ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഉള്ളതാണ്. പക്ഷെ ഇത് നമ്മൾ യൂസ് ചെയ്യാറില്ല. നമ്മൾ സ്വിച്ചാണ് യൂസ് ചെയ്യാറ്. ഇത് നമുക്ക് ഷൂസ് ആൻഡ് ചപ്പിൾസ് ഒക്കെ വെക്കാനുള്ള സ്ഥലം. ഇവിടെ എൻ്റെ റൂംമേറ്റിൻ്റെ ഹാഫ്, ഇതെൻ്റെ ഹാഫ്. പിന്നെ ഇവിടെ നമ്മൾ ലഗേജ് വെക്കാനുള്ള സ്ഥലം. ഇത് റൂംമേറ്റിൻ്റെത്, ഇത് എൻ്റെത്. ഇത് നമുക്ക് ക്ലോത്ത്സ് വെക്കാനുള്ള സ്ഥലം. ഇത് നമ്മൾ ഷെയറിംഗ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഹാഫ് റൂംമേറ്റിൻ്റെതും ഹാഫ് എൻ്റെതും. ഇറ്റ് ഈസ് നത്തിങ് മച്ച്. ആൻഡ് നമുക്ക് ഇവിടെ ഫ്രിഡ്ജ് ഉണ്ട്. ഫ്രിഡ്ജിലും കാര്യമായിട്ട് നമ്മളൊന്നും വെക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഇതെല്ലാം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സ്പൈസസ്. ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ നാളെ ഇവിടെ നിന്ന് പോവാണ്, റൂമിലോട്ട് മാറാണ്. അവിടെ നമുക്ക് കിച്ചണൊക്കെ അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല. അത് കാരണം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സാധനം ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ നമ്മൾ വാങ്ങിച്ച ഫുഡ് ഐറ്റംസ് ഒക്കെ വയ്ക്കാറാണ് പതിവ്. ഇതാണ് നമ്മുടെ ബാത്റൂം. ബാത്റൂം കമ്പാരിറ്റീവ്ലി പുറത്തുള്ള റൂമിനെക്കാട്ടിലൊക്കെ വലുതാണ്. അവിടെ കുളിക്കുന്ന സ്ഥലം, ഇവിടെ നമുക്ക് ബാത്റൂം, വാഷ് ബേസിൻ, നമ്മുടെ തിങ്സ് ഒക്കെ. പിന്നെ ഇത് ഞാൻ പുറത്തുനിന്ന് കൊണ്ടുവന്ന കേട്ടോ.
ഇവിടെ ആക്ച്വലി പുറത്ത് പോകുന്ന സ്റ്റുഡൻസ് അവർക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ പുറത്ത് വയ്ക്കാറുണ്ട്. സോ നമുക്ക് വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്യുമോ ഇല്ലയോ എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല, പക്ഷെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ക്ലോത്ത്സ് വെക്കുന്ന സ്ഥലം. ഇവിടെ ഹാങ്ങറൊക്കെ ഉണ്ട്, നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. ഇവിടെയും ഹാങ്ങർ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെയും ഹാങ്ങർ ഉണ്ട്. പിന്നെ ഇത് എനിക്കുള്ള സൈഡും ദിസ് ഈസ് എൻ്റെ റൂംമേറ്റിനുള്ള സൈഡും. എന്താ, ഓരോ റൂമിനും വൈഫൈ സെപ്പറേറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ എൻ്റെ എനിക്ക് ലഗേജ് കൂടുതലായ കാരണം ഇവിടെ ജസ്റ്റ് ബാഗ്സ് വെക്കും. പിന്നെ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം, നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ വെക്കാം. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാർ തീർന്നു പോയി. ഓക്കെ, പിന്നെന്താ, ഇത് നമ്മുടെ കബോർഡ്. ഇവിടെ ഞാൻ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു, കുറേയൊക്കെ ഞാൻ പാക്ക് ചെയ്തിട്ട് ബാഗിൽ വെച്ചു, ബിക്കോസ് ഞാൻ നാളെ പോവായ കാരണം. പിന്നെന്താ, വലിയ അറേഞ്ച്മെൻറ്റ്സ് ഒന്നുമില്ല, ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇതെൻ്റെ ഇവിടെ കുറേ ബുക്സ് ഉണ്ടായിരുന്നു, ബുക്സ് എല്ലാം ഞാൻ എടുത്ത് ബാഗിൽ വെച്ചു. കാരണം ഈ സെമസ്റ്റർ കഴിഞ്ഞു, ഇപ്പോൾ വെക്കേഷനാണ്, സോ ബുക്സ് ആവശ്യമില്ലാത്ത കാരണം ഞാൻ എടുത്ത് ബാഗിൽ വെച്ചു. പിന്നെ ഇവിടെ നമുക്ക് കുറേ ഡ്രോവർ ഉണ്ട്. ഇത് നമുക്ക് ആക്ച്വലി ഇതിന് ലോക്ക് ഉണ്ട്, ബട്ട് ഇതെങ്ങനെ ഓപ്പൺ ചെയ്യാൻ അറിയില്ല. നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇത് നല്ല കുറേ തിങ്സ്, അതുപോലെ തന്നെ ഇതിങ്ങനെ. ഇതാണ് നമ്മളെ ബെഡ്. ഇതെൻ്റെ ബെഡ്, ഇതെൻ്റെ റൂംമേറ്റിൻ്റെ ബെഡ്. ഇത് നമ്മുടെ വിൻഡോ. ഇത് നമുക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്യാം, ക്ലോസ് ചെയ്യാം. ഇപ്പോൾ വിൻ്റർ സ്റ്റാർട്ട് ചെയ്ത കാരണം ഭയങ്കര തണുപ്പാണ്, സോ മോസ്റ്റ്ലി നമ്മളിത് ക്ലോസ് ചെയ്തിട്ടാണ് വെക്കാറ്. ഇത് നമ്മളിങ്ങനെ വാഷ് ബേസിനൊക്കെ വാഷ് ചെയ്യുന്ന സംഭവം. ഇത് എൻ്റെ വോൾ. ഞാൻ BTS വീൻ്റെ ഫാനായ കാരണം ആൻഡ് ആൽബം വാങ്ങിച്ചപ്പോൾ കുറേ ഫോട്ടോസ് കിട്ടി, അതൊക്കെ ഞാൻ ഇവിടെ വെച്ചതാണ്. ഇവിടെയും ഫോട്ടോസ് ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി കിടന്നപ്പം എല്ലാം താഴെ വീണു. പിന്നെ നാളെ പോവായ കാരണം തിരിച്ചൊട്ടിക്കാൻ ഞാൻ മെനക്കെട്ടില്ല. പിന്നെ അപ്പോൾ ഇതാണ് എൻ്റെ ബെഡ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ആവശ്യമുള്ള ഡ്രസ്സൊക്കെ തൂക്കിയിടാം. സോ ഇതാണ് നമ്മുടെ റൂം, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇത് 2 ആൾക്കാരുള്ള റൂമാണ്. ഇതുപോലെ 4 ആൾക്കാരുള്ള റൂമുണ്ട്. അതിന് കൂടുതലുള്ള റൂമുണ്ടോ എന്ന് എനിക്കറിയില്ല. സിംഗിൾ റൂം ഇല്ല, സോ ഷെയറിംഗ് റൂമാണ് എല്ലാം. സോ ഇതാണ് നമ്മുടെ റൂം. യെസ്, ഹീറ്റർ ഉണ്ട്. ഇത് നമുക്കിങ്ങനെ ഓൺ ചെയ്യാം. സോ തണുപ്പ് കാലത്ത് എപ്പോഴും ഇത് ഓൺ ചെയ്താൽ നമ്മുടെ റൂം ഹീറ്റായിട്ടിരിക്കും, തണുപ്പുണ്ടാവില്ല. പുറത്ത് മാത്രമേ തണുപ്പുണ്ടാവുള്ളൂ. പിന്നെ ഇത് AC സമ്മറിൽ മാത്രം ഓണാക്കിയാൽ മതി, അല്ലെങ്കിൽ അല്ലാത്ത സമയത്ത് എപ്പോഴും തണുപ്പായ കാരണം നമുക്ക് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. ദിസ് ഫോർ ലൈറ്റ്. അത്രയ്ക്കുള്ള റൂം. സോ ഇതാണ് സുങ്ഷിൽ യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ റൂം, 2 പേര് താമസിക്കുന്ന ഹോസ്റ്റൽ റൂം. സോ കുറേ ആൾക്കാർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു ചോദിക്കാറുണ്ട് ഹോസ്റ്റലൊക്കെ എങ്ങനെയാണ്. സോ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയതാണ്. ഞാൻ സബ് ടൈറ്റിൽസ് ആഡ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ